ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ മൈസൂർ ദസറ നടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടാണ് കാണിക്കണത്. അപ്പോൾ ഞങ്ങൾ മൈസൂർ ദസറ കാണാനുള്ള പോക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രെയിനിൽ പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം സമയം നമുക്ക് ഇരിക്കണം കേട്ടോ. നമുക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് നമുക്ക് കാറിന് പോകുകയാണെങ്കിൽ ഒരു 7.5 മണിക്കൂറൊക്കെ നമുക്ക് ഇരുന്നാൽ മതി. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ട്രെയിനിനാണ് പോകുന്നത്. ട്രെയിനിന് ഒരു 13 മണിക്കൂറോളം വരും കേട്ടോ ട്രെയിനിന് പോകുന്നത്. അപ്പോൾ മൈസൂർ പോകുന്ന വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ മൈസൂർ ദസറ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കണം കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ്. രാത്രി അവിടുത്തെ നല്ല ഭംഗിയുള്ള എല്ലാ സ്ഥലത്തും ഇതുപോലെ നല്ല അലങ്കാര ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരു പ്രാവശ്യം നമ്മൾ അവിടെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ എത്ര വലിയ ഇതിനും നമ്മൾ ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും തോന്നൂല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ മൈസൂർ കണ്ട അത്രയും വെട്ടമൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് നമ്മളെപ്പോഴും വിചാരിക്കും. അപ്പോൾ അത്രയ്ക്ക് ജനത്തിരക്കാണ്. അപ്പോൾ ഈ ജനത്തിരക്കിലൂടെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പേടിയാകും കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ആനയൊക്കെ ഉണ്ടായപ്പോൾ ആന എന്തെങ്കിലും വിരണ്ടോടിയാലോ എങ്ങോട്ട് ഓടും, പിന്നെ തിരക്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ വാഹനങ്ങളെല്ലാം നിരങ്ങി ഇങ്ങനെ അതും പോകണ്ടായിരുന്നു. വല്ലാത്തൊരു കാഴ്ച. പല സ്ഥലത്തും മലയാളം സംസാരിക്കുന്നവരെ കാണാം കേട്ടോ. അപ്പോൾ കൂടുതലും മലയാളികളൊക്കെ അവിടെയുള്ള ആളുകൾ തന്നെയൊന്നും അല്ല, അത് മലയാളികളാണ് കൂടുതലും അത് കാണാൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അനൗൺസ് കേൾക്കണ്ടായിരുന്നു കേട്ടോ, പോലീസിൻ്റെയൊക്കെ അനൗൺസ്. അത് കന്നഡയിലാണ് സംസാരിക്കുന്നത്, നമ്മൾക്ക് അതൊന്നും മനസ്സിലാവില്ല. നല്ല പ്രൊട്ടക്ഷനും ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇത്ര വലിയ തിരക്കൊന്നും അത് നിയന്ത്രിച്ച് പോകാനായിട്ട് അവരുടെ ഭരണകൂടം നല്ല കെയർഫുള്ളാണ് കേട്ടോ അവിടുത്തെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ദസറ നടക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഹോട്ടലൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് തന്നെ ഞങ്ങൾക്ക് ഒരു കണക്കിനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ടാണ് പിന്നെ നമ്മൾ ഹോട്ടൽ അന്വേഷിച്ചിടുന്നതും ഇതൊക്കെ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയവരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ലേ, ഞങ്ങൾ ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇനിയോ അവർ പറഞ്ഞു ഹോട്ടലൊന്നും അവിടെ കിട്ടില്ലെന്നൊക്കെ. ഇത് അവിടുത്തെ മന്ത്രിയുടെയും അവിടുത്തെ MLA അവരുടെ പ്രധാനപ്പെട്ട VIP-കളുടെയൊക്കെ ഫോട്ടോസ് വെച്ചേക്കുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു ഭംഗിയാണ്, അലങ്കാരം ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഹോട്ടലിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിള്ളേരും ഇതൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് ഇനി എവിടെ റൂം കിട്ടും എങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടോ. പിന്നെ എന്തായാലും നോക്കാം, നമുക്ക് വരണോടത്ത് വെച്ച് കാണാൻ ആ ധൈര്യത്തിൽ നമ്മൾ എന്തായാലും ട്രെയിൻ ടിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായി. അവിടെ ചെന്നിറങ്ങിയാൽ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും റൂം കണ്ടുപിടിച്ചാൽ മതിയില്ല. പക്ഷെ ഞങ്ങൾക്ക് തെറ്റിയിട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാന്നുള്ള ഇതൊന്നും നടക്കില്ല. കാരണം അത്രയ്ക്ക് തിരക്കാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾക്കാണെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ റൂമൊന്നും ഇഷ്ടാവില്ല. കുറേ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിട്ട് ഒന്നും പറ്റിയതായിട്ട് കാണുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോക്കാരനോട് പറഞ്ഞു ഏകദേശം അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ ഞങ്ങളെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു. പിന്നെ അവർ ആ ഓട്ടോക്കാരെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയിട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ കുറേ ഇങ്ങനെ ഹോട്ടലുകളും ലോഡ്ജുകളും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ചില ഹോട്ടലുകളിലെ മിക്ക സ്ഥലത്തും ഫുള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ലൊരു 4 സ്റ്റാർ ഫെസിലിറ്റിയൊക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ റൂം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ റൂം കയറി ഒന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി റൂമും കാര്യങ്ങളും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞെട്ടിയിട്ട്. അപ്പോൾ കാരണം നമുക്ക് എത്ര റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കൊടുക്കാൻ വില്ലിങ് ആണ്. കാരണം നമുക്കിപ്പോൾ നല്ലൊരു വൃത്തിയുള്ള റൂം ഈ തിരക്കിൽ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ നമ്മളവിടെ റൂം എടുത്തു. പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഹോട്ടലിൽ തന്നെ നമ്മൾക്ക് കിട്ടി. നമുക്ക് കുറേ അന്വേഷിച്ച് നടന്നെങ്കിലും ഇതിപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതേ അവിടുത്തെ നല്ല നെയ്യിലുണ്ടാക്കിയ കേസരിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ മൈസൂർ നമ്മളിങ്ങനെ ആസ്വദിക്കേണ്ട. അപ്പോൾ ചുറ്റും ഈ കാണുന്നതെല്ലാം ലോഡ്ജുകളും ഹോട്ടലുകളും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അതേ അവിടെ നിന്ന് നമ്മൾ ടാക്സി വിളിച്ചിട്ട് പിന്നെ അതേ അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിനും ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ദിവസം ഇത്ര രൂപയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഇത്ര പൈസ നമ്മൾ നേരത്തെ തന്നെ റേറ്റൊക്കെ പറഞ്ഞുറപ്പിച്ച് അത്യാവശ്യം അവിടെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുള്ള ടിപ്പുവിൻ്റെ ഓരോ സ്ഥലങ്ങളും ഇതൊക്കെ സമ്മർ പാലസ് അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കൂട്ടോ. എന്നിട്ട് നമ്മൾക്ക് ആ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യും അവർ. അത് നല്ലൊരു ഫെസിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ഒരു സൗകര്യം കിട്ടണത്. അപ്പോൾ നമ്മളിത് ഇവിടെയൊക്കെ നോക്കി കണ്ടു. അപ്പോൾ ഓരോ സ്ഥലം കണ്ടു കഴിയുമ്പോൾ നമ്മളെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. പിന്നെ നമ്മൾ അത്യാവശ്യം ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു അവസരമാണത്. അപ്പോൾ എല്ലാവരും പോകുന്നവരുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പറയുക, അവിടുന്ന്
പിന്നെ നമ്മളിങ്ങനെ വിലയൊക്കെ ഇങ്ങനെ പേശിയൊക്കെ ചോദിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളെ കാണുമ്പോൾ തന്നെ വേറെ വന്നേക്കണത് ദൂരെ നിന്ന് വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് റേറ്റ് ഒക്കെ കൂട്ടി പറയും. പക്ഷേ അത് നമ്മൾ കുറച്ചിങ്ങനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ടൊക്കെ നമ്മൾ പോകണം. അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടുത്തെ ഇതാഘോഷമായിട്ടാണ്. അപ്പോൾ ആനകളും ഇവിടെ തിടമ്പേറ്റി ആനകളും ഇതൊക്കെ പോകുക. അപ്പോൾ ഒരു 10 ദിവസത്തെ ആഘോഷമുണ്ട്. അപ്പോൾ ഈ വിജയദശമി മഹാനവമി ആ ഒരു സമയത്താണ് ഇവിടെ ഈ ആഘോഷം ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ 10 ദിവസത്തെയാണിത്. 9 ദിവസത്തെ ആഘോഷം കഴിഞ്ഞ് 10ാം ദിവസമാണ് ഇത് അവസാനിക്കത്തൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അവിടെ ഈ മരങ്ങളെല്ലാം രാത്രി നിന്ന് കത്തുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. പല വിധത്തിലുള്ള കളർ ലൈറ്റുകളും ഇതെല്ലാം അലങ്കരിച്ച് ഈ ആന ഇതൊക്കെ നേരിട്ട് കാണണം കേട്ടോ. നമ്മൾ ഇതിൽ പറയുന്ന പോലെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ കുറേ പട്ടാളവും പോലീസും ആർമി ഇതെല്ലാം നല്ല പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഇവിടുത്തെ ആ വിഗ്രഹം കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വിഗ്രഹം നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ ആ ക്ഷേത്രത്തിലാണ് അത് ചെന്ന് അവസാനിക്കുന്നത്. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഹോട്ടലിൻ്റെ മേളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നേരെ കാണാം കേട്ടോ. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിൽ കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട്. പിന്നെ പൊതുവാഹനങ്ങളൊന്നും ഇതിലെ കടത്ത് വിടില്ലായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഉദ്യോഗസ്ഥരുടെയും അവിടെ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെയും ഇതെല്ലാം വാഹനങ്ങളാണ് കൂടുതലും ഇങ്ങനെ പോകുന്നത്. ഇവിടെ ഈ ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് കേട്ടോ, മൈസൂരിൽ നിന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്ററിൽ കൂടുതലുണ്ട് നമുക്കിപ്പോൾ ആ പാലസിലേക്ക് പോകാനായിട്ട്. പക്ഷേ ഈ ആൾക്കൂട്ടത്തിൽ ഈ തിരക്കിൽ ഇതൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ നമ്മൾ നടക്കുന്ന വഴിയേ അറിയില്ല കേട്ടോ. എത്ര ദൂരം നടന്നെന്നും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ വഴി നീളെ പിന്നെ ഓരോ കച്ചവടക്കാരും അത് ഇത് സാധനങ്ങളൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ നല്ല ബിരിയാണിയൊക്കെ കിട്ടുന്ന, അവിടുത്തെ നല്ല സൂപ്പർ ബിരിയാണിയൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഫുഡും ഇതൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഇനിയിപ്പോൾ പാലസിലേക്ക് പോകേണ്ട. അപ്പോൾ അവിടുത്തെ ലൈറ്റും അവിടുത്തെ ഡ്രോൺ ഷോയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണാൻ. പിന്നെ അവിടെ കുറേ സ്റ്റാളുകളും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒന്നും പറയണ്ട. ഈ അലങ്കാര ലൈറ്റുകൾ കൊണ്ട് അവർ അവിടുത്തെ ഒരു മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. അവിടുത്തെ പാലസിൻ്റെയൊക്കെ ഇതൊക്കെ അലങ്കാര ലൈറ്റുകൾ കൊണ്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ നമുക്കങ്ങനെ പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. നമുക്കത് എവിടെ വേണമെങ്കിലും അതൊക്കെ കാണുകയും ഇതൊക്കെ ചെയ്യാം. പിന്നെ പലതരത്തിലുള്ള അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഇത് കണ്ടില്ലേ, ഈ നല്ല വർണ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആനകളും ഇതൊക്കെ പോണത്. ആനയൊക്കെ പോണ അടുത്ത് നിന്നപ്പോൾ പേടിയായിട്ട് എനിക്ക്. പക്ഷേ എന്നാലും നമ്മളങ്ങനെ പേടിക്കേണ്ട സംഭവമൊന്നുമില്ല. അവർ നല്ലോണം ഇങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ആനകൾക്കൊക്കെ ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്കറിയില്ല ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ ചിലവരൊക്കെ ഓരോ പേരുകളൊക്കെ അവിടെ പറയണ്ടായിരുന്നു. ഓരോ ആനയ്ക്കും ഓരോ പേരുകൾ. ഭയങ്കര വലിയ ആനകളാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ആനേനെ നേരിട്ട് കാണുക ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത്. കണ്ടില്ലേ, വരിവരിയായി പോകുന്നത് ആനകൾ. ഇത് എത്ര നേരം കൊണ്ടായിരിക്കുമല്ലേ ഇവരുടെ മേത്ത് ഇങ്ങനെയൊക്കെ ഈ ചിത്രങ്ങളൊക്കെ വരച്ച്. ഇതെങ്ങനെയായിരിക്കും അവർ ഇങ്ങനെ അനങ്ങാതെ നിന്ന് കാണുക എന്നൊക്കെ ഓർത്ത് അത്ഭുതം തോന്നി. ആ ദിവസവും കടന്നുപോയി. അടുത്ത ദിവസം ഞങ്ങൾ ഇവിടെ കത്രീഡലിൽ വന്നു. അവിടെ അതൊക്കെ കണ്ടുവന്നു. അതൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ നമ്മളിപ്പോൾ അടുത്ത് തന്നെയുള്ള സെൻറ്റ് ഫിലോമിന ചർച്ച് കാണാൻ പോയേക്കണ്ട. അപ്പോൾ അവിടുത്തെ നല്ല പുരാതനമായ ഒരു പള്ളിയാണ് കത്തീഡ്രൽ സെൻറ്റ് ഫിലോമിന ചർച്ച്. അവിടെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അത് നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിൽ കണ്ടില്ല കേട്ടോ. അവിടെയൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഓടിച്ചിട്ടൊരു കാണലായിരുന്നു. ഇത് ഞങ്ങളിപ്പോൾ 3 ദിവസം അവിടെ നിന്ന ദിവസത്തെ കുറച്ച് നല്ല ഭാഗങ്ങൾ കൂടി ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത് സംഭവമാണിത്. അപ്പോൾ ഈ പാലസിൻ്റെ ഇത് നമ്മൾ ഒരു ദിവസം ഫുള്ളും കാണാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു പകുതി ദിവസത്തിനുള്ളിൽ നമ്മൾ ഓടിച്ച് ഇട്ട് കാണുമായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്താണെങ്കിൽ നല്ല തിരക്കും ഇതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ചിത്രങ്ങൾ ഇപ്പോൾ നമ്മൾ ഏത് നൂറ്റാണ്ടിൽ പണിതിരിക്കുന്ന ചിത്രങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും അല്ലേ. അന്ന് അത്ര മെഷീനറികളും യന്ത്രങ്ങളും ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്ര ഉയരമുള്ള തൂണുകളും ചിത്രങ്ങളും ഇതൊക്കെ ആ കാലഘട്ടത്തിലെ എൻജിനീയറിങ് വിസ്മയമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര
ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങളും ഇതൊക്കെയാണ്. ഇതൊന്ന് നേരിട്ട് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പോയി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഈ ദസറയുടെ സമയത്ത് പോകാൻ പറ്റിയില്ല, അല്ലാത്ത സമയത്താണ് നമുക്ക് കൂടുതൽ ഇങ്ങനെ ഈ പാലസിൻ്റെ ഉള്ളിലൊക്കെ നോക്കി കാണാൻ പറ്റുന്നത് എന്നെനിക്ക് തോന്നണം. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്താണെങ്കിൽ ഭയങ്കര തിരക്കിൽ ഞങ്ങൾ കണ്ടിട്ടാണ് ഇത്രയെങ്കിലും ഞങ്ങൾക്ക് ആസ്വദിക്കാനും കാണാനും ഒക്കെ പറ്റിയത്. അപ്പോൾ എത്ര കണ്ടാലും നമുക്ക് തീരൂല കേട്ടോ. ഒരു സ്ഥലത്ത് ചിലപ്പോൾ നമ്മളവർക്ക് അവിടുത്തെ കാഴ്ച തീരുന്നത്, പക്ഷേ അതിലും മനോഹരമായിട്ടുള്ള സ്ഥലമായിരിക്കും അടുത്ത സ്ഥലം. കണ്ടില്ലേ, ഇത് ഈ സീസണിൽ നമ്മൾ വന്നത് കൊണ്ടാണ് ഇങ്ങനെ തിരക്ക്. അപ്പോൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ പറ്റുന്നവരൊക്കെ പോയി കാണാം. പിന്നെ മുറ്റവും അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളും ഇതൊക്കെ. ചെരുപ്പ് നമ്മൾ പുറത്തിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് അകത്തേക്ക് കയറാനും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മനോഹരമായ കാഴ്ചകളും ഇതൊക്കെ. കണ്ടില്ലേ, ഇതിപ്പോൾ ലാസ്റ്റ് ദിവസത്തെ പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലാസ്റ്റ് ആ സ്വർണ്ണ വിഗ്രഹം കൊണ്ടുപോകുന്നതും അതിന് മുന്നോടിയായിട്ടുള്ള പല വിധത്തിലുള്ള കലാരൂപങ്ങളും ഇതൊക്കെ പോകുന്നതും ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അവിടുത്തെ നമ്മളുടെ നാട്ടിലെ മിൽമ പോലെയുള്ള അവിടുത്തെ നന്ദിനിയുടെ അത് ഒക്കെ പോകുന്നതും എന്തൊരു ഭംഗിയാണെന്നറിയോ നേരിട്ട് കാണാൻ. കണ്ടില്ലേ, ഇതാ സ്വർണ്ണ വിഗ്രഹം കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടത്. അതിൻ്റെ പ്രൊട്ടക്ഷൻ ആർമിയൊക്കെ പോകുന്ന കണ്ടില്ലേ ഇതൊക്കെ. ഇതിപ്പോൾ അതേ ഞങ്ങൾക്ക് മേളിൽ നിന്ന കാരണം നന്നായിട്ട് ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു ദിവസവും കടന്നുപോയി. പിന്നെ രാവിലത്തെ ദിവസവും പിന്നെ കണ്ടത്. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇന്നും മായുന്നില്ല കേട്ടോ ഈ ഒരു രംഗങ്ങളും ഇതൊക്കെ. അപ്പോൾ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പകൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രിയാണെങ്കിൽ മൊത്തം ആ മൈസൂർ പട്ടണം മൊത്തം അലങ്കാരം കൊണ്ട് സ്വർണ്ണ നിറം പൊതിച്ചതുപോലെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ പോയി കാണാം, പഴയ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്തോട്ടെ.